വേഴാമ്പൽ കേഴും വേനൽ കൂടീരമ്മേ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. മലയാളത്തിലെ മനോഹരമായ ഗാനത്തിന്റെ ഒരു വരിയാണ് ഞാൻ പാടിയത്. പാടിയെന്നല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അതായത് വേഴാമ്പലിൻ്റെ ഒരു സംഭവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ അപ്പോൾ ഇത്രയും അത് വളരെ മനോഹരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചാൽ നമ്മുടെ തെർമോക്കോൾ കൊണ്ട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചെറിയൊരു ഷീറ്റ് പോലെ സംഭവിച്ചിട്ട്, കാരണം വളരെ മനോഹരമായിട്ടുള്ള കരവിരുതിൽ തീർത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇത് തുടക്കമാണ് നമ്മുടെ ഫ്ലവർ ഷോ. നമ്മുടെ പോലീസ് മൈതാനം നടക്കുന്ന ഫ്ലവർ ഷോ ആണ്. ഫ്ലവർ ഷോ 2024. അതിൻ്റെ എൻട്രൻസിൽ നമ്മുടെ ഫ്ലവർ ഷോൻ്റെ ഓഫീസ്, അതായത് ഔപചാരികമായ ഓഫീസുണ്ട്. ഓഫീസിൻ്റെ തൊട്ടരികിലാണ് ഈ ഒരു മനോഹരമായ ദൃശ്യം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസാക്കുടി ഇന്നത്തെ അധ്യായം. നമുക്കറിയാം, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അതായത് ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ മെഗാ സെയിൽ നടക്കുകയാണ്. അതായത് സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൈ നിറയെ സമ്മാനങ്ങൾ, ലാപ്ടോപ്പിന് സമ്മാനങ്ങൾ, എല്ലാത്തിനും എ ടു സെഡ് നമ്മൾ ഇന്നുവരെ കണ്ണൂർ കാണാത്തൊരു ബിഗ് സെയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ഫെബ്രുവരി 17, 18, 19 തീയതികൾ. അപ്പോൾ വരിക, അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലോർ ഷോയിലെ കാര്യങ്ങൾ നമുക്ക് കാണാം, കാഴ്ചകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചെടികൾ വാങ്ങിക്കാം. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോൻ്റെ അകത്താണ്. ഫ്ലവർ ഷോയിൽ നമ്മൾ വിചാരിക്കും ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ പൂക്കൾ മാത്രമേ ഉണ്ടാവുന്നു. പക്ഷേ പൂക്കൾ മാത്രമല്ല, പഴങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അതായത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുണമുള്ള ഒരു ഫ്രൂട്ടാണത്, പഴമാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഏറ്റവും മനോഹരമായ വളമൊന്നും ഇടാതെ തന്നെ കാഴ്ച വരുന്ന ചക്ക. ചക്ക ചക്ക ഈ ചക്ക നമ്മൾ സാധാരണ നമ്മുടെ കണ്ണൂർ ഭാഷയൊക്കെ പറഞ്ഞാൽ പഴഞ്ചക്കയും വരിക്കച്ചക്കയും, 2 സൈസ് ചക്കയാണ് നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷേ ഇപ്പം ഒരുപാട് 10-20 പരം ചക്കകൾ തന്നെ, ചക്കത്തൈകൾ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. പ്ലാവ് എത്ര ഇതുണ്ട്? നമുക്ക് ഇവിടെ ഒരു 30 വെറൈറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുള്ളം പ്ലാവ് 1 കൊല്ലം 6 മാസം മുതലൊക്കെ കായ്ക്കുന്ന മുതൽ ഉള്ളിൽ ചുവന്ന കളർ വരുന്നുണ്ട്, കുരു ഇല്ലാത്തവരെ ചക്കയുണ്ട്. അമ്മ ഏത് പ്ലാവ് വാങ്ങിച്ചേ? മുള്ളം പ്ലാവ്. അപ്പൊ എന്താ മുള്ളം പ്ലാവിന്റെ പ്രത്യേകത? കുള്ളൻ 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും ചെയ്യും. പിന്നെ ഏണി വെച്ചിട്ട് കൊക്ക വെച്ച് മറിക്കട്ടെ, താഴ്ന്ന് പറിച്ചെടുക്കാം അല്ലേ? ഉമ്മയുടെ പേരെന്താ? എവിടെ താമസിക്കുന്നവിടെ? കോർലായി. ഓക്കെ. ചേട്ടന്റെ പേര്? മമ്മൂക്ക. ഓക്കെ. അപ്പം ആരാ വീട്ടിൽ വേറെ പ്ലാവൊക്കെ ഉണ്ടോ? വേറെ വീട്ടിൽ ഏതൊക്കെ പ്ലാവ് ഉണ്ട്? വിയറ്റ്നാമിലുണ്ടോ? കഴിച്ചിട്ടില്ല. അപ്പൊ വിയറ്റ്നാമിലെ ചക്കയുടെ പ്രത്യേകത എന്താ ശരിക്കും? അത് ഈ 1.5 വർഷം കൊണ്ട് കായ്ക്കും, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ ആ തെങ്ങിന്റെ പ്രത്യേകത, ചക്കന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നാടൻ ചക്കയല്ല, നല്ല മധുരം ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പഴുപ്പിച്ചാൽ നല്ല ക്ലിയർ കിട്ടും, കഴിക്കാൻ നല്ല നല്ല രസമുള്ളതാണ്. പിന്നെ കറി വെക്കുന്നെങ്കിലും പറ്റും. പിന്നെ ആ പ്ലാവിൻ്റെ ഒരു കണ്ടമാനം ഉണ്ടാവും, ഒരു പെട്ടി ഉണ്ടാവും. അപ്പൊ അതായത് നമുക്ക് ഒരുക്കി ഉണ്ടായി കഴിഞ്ഞാൽ ചേട്ടനോട് ഒരുക്കി മേടം കൊണ്ടോ ഇങ്ങോട്ട് ഒരുക്കി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം വരെയുള്ള നമുക്ക് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ചക്ക ഉണ്ടാവും. ചക്ക ഉണ്ടാവും, കണ്ടമാനം ഉണ്ടാവും. അപ്പൊ നമ്മള് ചക്കയുടെ പ്രത്യേകത ആണ്. അപ്പൊ കുള്ളം പ്ലാവാണ് ഉമ്മ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പ്ലാവ് ഇവരുടെ വീട്ടിലുണ്ട്. ഭക്ഷണം കഴിച്ചോ? വീട്ടിൽ പോയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കും. ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൽ വരികയാണ്. അപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞാൽ ചെറിയൊരു സമ്മാനമൊക്കെ തരും. റെഡി അല്ലേ? അതായത് ഇതൊരു പഴമാണ്. ആ പഴത്തിൻ്റെ പേരിൻ്റെ കൂടെ ഒരു അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ തിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. എന്താണ്? കൈതച്ചക്ക അല്ല. ഒരു ഉപകരണമാണ്, പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച ഉപകരണം. പറ്റില്ല. അപ്പൊ എന്തായാലും സന്തോഷം, കാര്യം നടക്കട്ടെ. ഓക്കെ ഉമ്മ, ശരി. അപ്പം ഹലോ, അപ്പം നമ്മൾ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാ. അപ്പം പിന്നെ മൊത്തം 30 പരം ചക്കകളല്ലേ? അതെ, നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റാളിൽ 30 പരം ചക്കകളുണ്ട്. നമ്മുടെ നഴ്സറി പരിയാരത്താണ്. പരിയാരത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം 50 വെറൈറ്റികൾ ചക്കകളുണ്ട്. ഉള്ളിൽ ചുവപ്പ് കളറുള്ള തന്നെ 5-6 വെറൈറ്റികളുണ്ട്. അതുപോലെ കുരുവില്ലാത്തതുണ്ട്, അതുപോലെ നമുക്ക് അരക്കില്ലാത്ത പശയില്ലാത്ത വെറൈറ്റികളുണ്ട്. അതെ അതെ. പശ നമ്മളിപ്പം ഈ കണ്ണൂർ സ്ലേങ്ങിൽ പറയുമ്പോൾ വിളഞ്ഞിറ് എന്ന് പറയാം. അതെ, അരക്കെന്നും പറയും. നമ്മൾ കോട്ടയം അരക്കര. കോട്ടയത്തിലെ ഭാഷ നമ്മള് കണ്ണൂർക്കാര് ചക്കയുടെ വിളഞ്ഞിറ് എന്ന് പറഞ്ഞതിന് അരക്കെന്ന് പറയാം അല്ലേ? അരക്കെന്ന് പറയും. അതെ അതെ. നമ്മളിവിടെ അരക്കുന്ന മാറ്റമാണ്. അവിടെ വിളഞ്ഞിറെന്ന് പറഞ്ഞാൽ എന്താ പറയാ? മുളഞ്ഞീർന്ന് പറയും, വിളഞ്ഞീർന്ന് പറയും. എവിടെ?
നിങ്ങളുടെ കോട്ടയത്ത് കോട്ടയത്ത് മുളഞ്ഞീർന്നും പറയും, മുളഞ്ഞി. അതെ. ഓക്കെ, നിങ്ങളുടെ പേരെങ്ങനെ? എൻ്റെ ഒരു ജോസഫ്. ജോസഫ്. ഓക്കെ, സ്വന്തം സ്ഥലം കോട്ടയത്ത് എവിടെയാ? കോട്ടയമല്ല, നമ്മൾ കണ്ണൂർ തന്നെയാണ്, പരിയാർത്താണ് നഴ്സറി. പക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിട്ട് കോട്ടയത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ കോട്ടയം ഭാഷ എൻ്റെ ഇതുവരെ മാറിയിട്ടില്ല. അതെ. അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനം. ചോദ്യമാണ്, ഇതൊരു പഴമാണ്. ആ പഴത്തിന്റെ പേരിന്റെ കൂടെ ഒരു അക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. എന്താണ്? രക്ഷയില്ല. ഓക്കെ, ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. ശരി, ഓക്കെ. വാ. അപ്പൊ നമ്മള് ഇതാ ഒരു ഫാമിലി. നമസ്കാരം. ചെറുനാരങ്ങയാ? അലോൺ ഒന്ന് തിരിഞ്ഞു. ഇവിടെ അടുത്തോട്ട്. ഓക്കെ, പേര് പറഞ്ഞേ. സുരേന്ദ്രന്റെ വീട് അഴീക്കോട്. എവിടെ? ചാലിലാണ്. ഓക്കെ, മേഡത്തിന്റെ പേര്? ലതിക. ഓക്കെ, ജോലി എന്തായാലും സാർ? ജോലി ഹാൻഡ്ലൂമാണ്. അപ്പൊ ഇന്നിപ്പം ചെടികളാണോ അല്ല മരങ്ങളാണോ എന്ത് വാങ്ങിക്കാൻ വന്നത്? അത് എല്ലാം സംയുക്തമായിട്ട് വാങ്ങും. വീട്ടിൽ ചെടികളൊക്കെ ഉണ്ട്? വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ട്. ആരാണ് അതിന്റെ ചെടികളൊക്കെ ഇങ്ങനെ വളമിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നത്? രാവിലെയാണോ വെള്ളം കൊടുക്കുന്ന, ഉച്ചക്കാണോ രാത്രിയാണോ? രാവിലെയാണ്. അത് ഉച്ചക്ക് വെള്ളം കൊടുക്കാം, ചെടിക്ക് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? അതിന്റെ സാഹചര്യം നോക്കിയിട്ടാണ്. സാഹചര്യം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ശരി. അപ്പൊ ഞാൻ ചെറിയ ചോദ്യമാണ്. ഇതൊരു പഴമാണ്. ഒരു പഴമാണ്. ആ പഴത്തിന്റെ പേരിന്റെ കൂടെ ഒരു അക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. ഓക്കെ സാർ, നടക്കട്ടെ. ഓക്കെ, ശരി. ചെടികളുടെ ഇത് മുരിങ്ങ, മുന്തിരി, പൂവമ്പഴം, ചെങ്കത്തക്കൾ, നേന്ത്രപ്പഴം, ഫാഷൻ ഫ്രൂട്ട്. ഹലോ, ചെടി വേണ്ടേ? ഞാൻ ചെടി വേണ്ടത് പറഞ്ഞു തന്നത്. നമ്മൾ അടുത്തായിട്ടൊരു ഫാമിലി. ചേട്ടൻ്റെ പേര്? രഘുവിന്റെ സ്ഥലം? മുണ്ടേരിയിൽ എവിടെയായിട്ട് വരും വീട്? മുണ്ടേരി മുട്ടക്കടത്താണ്. ജോലി ഇപ്പം എന്താണ്? എക്സ് മിലിറ്ററി ആണ്. പട്ടാളം. റിട്ടയർഡ് ആയിട്ട് എത്ര വർഷം? ഇപ്പം 23 വർഷം. ഇപ്പം വേറെ ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഗൾഫിലായിരുന്നു, തിരിച്ചു നാട്ടിൽ. മേഡത്തിന്റെ പേര്? രമേശ്. ജോലിയും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം വീട്ടിലാരാണ്? ഈ ചെടികളൊക്കെ ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. ഏകദേശം എത്ര ഇനം ചെടികൾ ഉണ്ടാവും? ഏകദേശം ഒരു 170 ചട്ടികളുണ്ട്. 170 ചട്ടികളുണ്ട്. അതിലൊരു ഏകദേശം ഒരു 10-15 വെറൈറ്റീസ് ഉണ്ടാവും. എത്ര വർഷമായി തുടങ്ങിയിട്ട് ഈ ഒരു ചെടി? 23 വർഷമായി വീട്ടിൽ കൂടിയിട്ട് അന്ന് തുടങ്ങിയതാണ്. പട്ടാളത്തിന് റിട്ടയർഡ് ആയത് തുടങ്ങിയതാണ്? അതെ, അതിന് മുന്നേ ഉണ്ട്. നമ്മൾ വീട് മാറിയപ്പോൾ ഇങ്ങോട്ടേക്ക് അത് മാറ്റി സെറ്റാക്കി. അപ്പം എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലോർ ഷോ കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലോർ ഷോ കാണിക്കാൻ നേരെ മുണ്ടേരി സാറിന്റെ വീട്ടിലോട്ട് പോയാൽ മതി. അത്രയും പൂക്കളും ചെടികളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയാൽ മൊത്തം കണ്ടാ? അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനം. അതായത് ഒരു പഴം, ആ പഴത്തിൻ്റെ പേരിൻ്റെ നടുവിൽ ഒരു അക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് പഴം? പഴത്തിന്റെ നടുക്ക് ഒരു പഴത്തിന്റെ പേരിന്റെ നടുവിൽ ഒരു അക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണത്തിന്റെ പേരായിട്ട് മാറും. അപ്പൊ ഓക്കെ സാർ, കാണാം. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു? ഒറ്റയ്ക്ക് വന്നല്ലോ? അമ്മയുടെ അമ്മേ 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 അമ്മയെ കൂട്ടിരുവാ. അമ്മയുടെ അമ്മയുടെ ചെടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ. നിങ്ങൾ എത്ര പേര്? നിങ്ങൾ 3 പേര്. അവാ, ആ ചെടിയൊക്കെ ഇതെന്തോ? ഇത് ഈ ചെടിയുടെ പേരെന്താ? അരൂത നല്ലതാ. ജലദോഷത്തിനും മറ്റു പാമ്പ് വരൂല, അങ്ങനെ ഇങ്ങനെ. അത് ശരി, ഔഷധം. ഈ ഗ്രഹത്തിന്റെ അങ്ങനത്തെ ഉള്ളവരെ ചുരുട്ടിട്ട് കിഴി കെട്ടിയ പോലെ ആക്കി കഴുത്തിൽ കെട്ടി കൊടുത്താല്. അരൂത അല്ലേ? അരൂത എന്നുള്ളൊരു സസ്യമാണ്. അതായത് നമുക്ക് ഔഷധ ഗുണമുള്ള സസ്യമാണ്. പിന്നെ അതിന്റെ ഇത് തട്ടേത് അടുത്തൊന്നും പാമ്പൊന്നും വരില്ല. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും അങ്ങനെ ഒരുപാട് ഗുണമുള്ള ചെടികളൊക്കെ ഉണ്ട്. വന്ന് വാങ്ങിക്കാം. അമ്മയുടെ പേരെന്താ? ഉഷ. സ്ഥലം എവിടെ?
തോട്ടട. തോട്ടട. പേര് അമ്മയുടെ പേര് ശ്രീജ. 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 എന്നാ ജോലിയും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഒന്നുമില്ല. പേര് sorry. ശ്രുതി. ശ്രുതി. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സാരി സംഗീതം പിന്നെ നിർത്തിയത് അത് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞു, പലപ്പോഴും പറഞ്ഞാണ് ഡാൻസ് ആയാലും പാട്ടായാലും 10ാം ക്ലാസ് ആകുമ്പോൾ നിർത്തും. എനിക്ക് പിന്നെ നിർത്തണ്ടാവുന്നില്ല, കാരണം നമ്മൾ 10ാം ക്ലാസ് തോക്കുന്നു ഉറപ്പിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. SSLCക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇപ്പൊ ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നിങ്ങള് ചെടി വാങ്ങിച്ചില്ലേ? ഇല്ല, വാങ്ങാനില്ല, നോക്കുന്നേ ഉള്ളൂ. നോക്കുന്നത്. അപ്പൊ വീട്ടില് ചെടികളൊക്കെ ഒരുപാടുണ്ടോ? ഉണ്ട്. ആരാണ്? അമ്മയാണ് നോക്കുന്നത്, മോളാണ് നോക്കുന്നത്? അമ്മയാണ്. അപ്പൊ വീട്ടിലുള്ള ഒരു 5 ചെടിയുടെ പേര് പറഞ്ഞേ. ഏതൊക്കെയാ? വീട്ടിൽ 5 അടീനുണ്ട്. അടീന. അടീനയോ? അടീന. അടീനുണ്ട്. പിന്നെ ബോൺസായി ചെടി. ബോൺസായി ചെടി. ബിഗോണിയ. ബിഗോണിയ. ഡെയ്സി. ഡെയ്സി. മുല്ല. റോസ്. അഗ്ലോണിമ. അഗ്ലോണിമ. ബ്ലാക്ക് ഓർക്കിഡ്. പിന്നെ ടോർച്ച് ജിഞ്ചർ. ഈ ടോർച്ച് ജിഞ്ചർ, ഞാൻ ജിഞ്ചർ ചിക്കൻ എന്നൊക്കെ പേര് പറയുന്നതല്ലാന്ന് ടോർച്ച് ജിഞ്ചർ അല്ലേ? ഇഞ്ചി പോലെയാണ് തൊഴിക്ക് വരുന്നത്. അങ്ങനെ വരുന്നല്ലേ? അപ്പൊ നടുക്കുന്ന് വളരെ ഹൈറ്റ് കുറഞ്ഞിട്ട് ടോർച്ച് ഇതായ പോലെ ഉണ്ടാവും. ടോർച്ച് കത്തിച്ച പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതാണ് ഓരോ നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എന്താ അറിയാം, നമുക്കറിയുന്ന കേരളം അറിയുന്നത്, എനിക്കറിയാം ചെമ്പരത്തി, റോസ്, മുല്ല കഴിഞ്ഞ്. അതൊന്നുമല്ല, യഥാർത്ഥ ഒരുപാട് വ്യത്യസ്തമായ പേരുകളും ഗുണങ്ങളുള്ള പൂക്കളും ചെടികളൊക്കെ ഇവിടെയുണ്ട്. വരിക, വാങ്ങിക്കുക. അപ്പൊ ചെറിയൊരു കാര്യം ചോദിക്കാം, പഴങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഏതാ കഴിക്കാൻ? നേന്ത്രപ്പഴം. ഇവിടെ എല്ലാ പഴം എല്ലാ പഴങ്ങളും. എന്നാൽ ഏറ്റവും പെട്ടെന്ന് ആപ്പിളാണോ മുന്തിരിയാണോ? സാധാരണ പഴം തന്നെ. സാധാരണ ഇവിടെ എല്ലാ പഴങ്ങളും ഇഷ്ടമാണ്. എല്ലാ പഴങ്ങളും കഴിക്കാം. ഈ ഷുഗറുള്ള ആൾക്ക് നേന്ത്രപ്പഴം കഴിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു നേന്ത്രപ്പഴം കഴിക്കാം ഒരു ദിവസം. കഴിക്കാൻ കുഴപ്പമില്ലല്ലേ? അപ്പൊ ചോദ്യമാണ്, ഒരു പഴത്തിന്റെ പേരിന്റെ നടുവിൽ ഒരു അക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണത്തിന്റെ പേരായിട്ട് മാറും. എങ്കിൽ ഏതാണ് പഴം, അല്ലെങ്കിൽ ഏതാണ് ഉപകരണം? നടുവിലെ അക്ഷരം ചേർക്കണ്ട. ഇല്ലെങ്കിൽ ആ പഴത്തിന്റെ പേരിന്റെ മുകളിൽ ഒരു കുത്തിട്ടാലും മതി. ആ പഴത്തിന്റെ പേരിന്റെ നടുവിലായിട്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാലും തിരിക്കാൻ പറ്റുന്ന ഉപകരണത്തിന്റെ പേരായിട്ട് മാറും. പൈനാപ്പിൾ അല്ല. അപ്പൊ എന്തായാലും സംഭവം സന്തോഷം നടക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മൾ പഴങ്ങൾ ഏതാണ് എന്നുള്ളതിനെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന ഫ്ലവർ ഷോ. അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൽ നമ്മുടെ ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ മെഗാ സെയിൽ നടക്കുകയാണ്. അതായത് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ കൈ നിറയെ സമ്മാനങ്ങൾ, ലാപ്ടോപ്പിന് ശമ്പളം, 70% ആക്സസറീസ്, അങ്ങനെ എല്ലാത്തിനും A to Z ഭയങ്കര ബിഗ് സെയിലാണ് ഇപ്പോൾ നമ്മുടെ ഇമേജിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. 17, 18, 19 തീയതികളിൽ. ഓക്കെ. ഇപ്പം വന്നാൽ പപ്സ് തിന്നാം, പയ്യത്തുന്ന ചോറ് തിന്നാം. അതായത് നമ്മുടെ കണ്ണൂർ ഫ്ലവേഴ്സ് ആണ്. പൂക്കൃഷിക്കാരുടെ കൂട്ടായ്മ. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും കൂടി മുട്ട പപ്സാണോ ചിക്കൻ പപ്സാണെന്ന് അറിയില്ല, കാരണം എനിക്കറിയാം ലഡു ഉണ്ട്. കാരണം രാവിലെ വന്നല്ലോ വെച്ചിട്ട് കഴിച്ചു കുഴപ്പമില്ല, കഴിക്കും. ഓക്കെ, എന്താണ് ഇതിന്റെ പേര് നിങ്ങളുടെ? പിന്നെ ഇതിന്റെ കണ്ണൂർ ഫ്ലവേഴ്സ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കണ്ണൂർ ജില്ലയിലെ പൂക്കൃഷിക്കാരുടെ ഒരു സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ അകത്തുള്ള അതിലുള്ളൊരു കൂട്ടായ്മയുടെ ഒരു ഇതിലുള്ളതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വിഭാഗത്തിലാണ് ഈ അടുത്ത 2 സ്റ്റാളുകളും വരുന്നത്. ഇവിടെ ഇപ്പോൾ മൊത്തം എത്ര തരം ചെടികൾ, പൂക്കളുടെ ചെടി എത്ര തരം ഉണ്ട് ഇവിടെ? പൂക്കളുള്ളത് ഒരു 114ഓളം ചെടികളുണ്ട്. 110. ഏറ്റവും വില കൂടിയ ചെടി ഏതാ? ഏറ്റവും അത് കടലാസ് പൂന്നല്ലേ എന്ന് പറയാ? പക്ഷെ അതിന്റെ വെറൈറ്റി കളർ ഉള്ളല്ലേ? ഇത് വൈറ്റാ. താമര ഉണ്ടാ? താമര എവിടെ? താമര ആരും കൊണ്ടേ 12 കൊണ്ടുപോയി. അതാണ് വെച്ചാൽ നോടെ എല്ലാവരും പൂക്കളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ്. വെറൈറ്റി താമര വേണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. 9895141865 അല്ലെങ്കിൽ 9633 94 23 60. ചേട്ടൻ്റെ പേര് പേര് സന്തോഷം. ചേട്ടാ, നീ ഒരു പേര് അതെല്ലാം റിട്ടയർഡ് എംപ്ലോയീസ് ആണോ? പേര് പറഞ്ഞേ. സുനിത. എവിടെ സ്ഥലം?
അറിവിമട്ട പേര് എന്റെ പേര് ബിന്ദു പൊതുവാച്ചേരി. സാറിന്റെ പേര് ശ്രീശൻ എവിടെ? വലിയന്നൂർ സജീവൻ ചൊവ്വ. അപ്പൊ ഇവരാണ് മെയിൻ ആള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചേട്ടന്റെ സ്ഥലം എവിടെയാ? വലിയന്നൂർ വലിയന്നൂര് വലിയന്നൂര്. ഓക്കെ, ചേട്ടന്റെ സ്ഥലം? എന്റെ ചൊവ്വ. നിങ്ങൾ എത്ര വർഷം ഈ ഒരു ചെടിയുടെ മേഖലയിൽ? നമ്മളിപ്പോ ഒരു 5-8 വർഷമായി. 5-8 വർഷമായി. നന്നായിട്ട് ചെയ്യുന്നു. ചെറുതാഴം പഞ്ചായത്തിലാണ് പിലാത്ര. ഓക്കെ, ഇവിടെ പേര് പറയൂ. സജീവൻ ഇവിടെ ചൊവ്വ. ചൊവ്വ. എന്റെ പേര് ലാസകൻ. എന്തെങ്ങനെയാണ്? ലാസകൻ പുതിയൊരു പേരാ. രാസകൻ. ഞാൻ പല പേരും കിട്ടുണ്ട്. അത് ഞാൻ കേട്ട വെറൈറ്റി പേരിൽ ഒരു പേരാണ് ഈ ഷാരംഗധരൻ എന്നുള്ള പേര്. അത് വേറെ ആരും കണ്ടില്ല. അതുപോലെ അതിൽ വേറെ പേര് എന്താണ്? ലാസകൻ. എന്റെ പേര് ലാസകൻ. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് റിട്ടയർഡ്. ഈ ലാസകൻ എന്നുള്ള മീനിങ് എന്റെ പര്യായ ലാസ്യം ചെയ്യുന്നവൻ ആരോ അവൻ. ലാസ്യ ചക്രവർത്തിയാണ്. അതാണ്. ഓക്കെ, മാഡത്തിന്റെ പേര്? സുനിത. സ്ഥലം? കടമ്പൂർ. ആ പേര്? ഞാൻ സജിത. എവിടെ? മട്ടന്നൂര്. പേര് പറഞ്ഞു. ഓക്കെ, അപ്പൊ ചെറിയ ചോദ്യമാണ്. ചേട്ടനോട് കൂടെ ഉണ്ടോ? ആ ചെറിയ ചോദ്യം, അത് വേറൊന്നുമില്ല. അതായത് ഒരു പഴം, ആ പഴത്തിന്റെ സംഭവം ഇവിടെയുണ്ട്. ഇവിടെ അല്ല, ഇവിടെ അടുത്തുണ്ട് ഒരു പഴം. ആ പഴത്തിന്റെ പേരിന്റെ നടുവിൽ ഒരക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. അല്ലെങ്കിൽ ആ പഴത്തിന്റെ പേരിന്റെ മുകളിൽ ഒരു കുത്തിട്ടാൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് പഴം എന്നാണ് ചോദ്യം. ചക്കയാ? ഇട്ട് കഴിഞ്ഞാൽ വരൂലേ ചക്ക. ഇവിടെ പറഞ്ഞോ? മനസ്സിലായില്ല. ഇങ്ങോട്ട് വാ. അല്ല, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരൂ. ഇത് ദൂരെ നിൽക്കല്ലേ. വാ. ആ, അപ്പം ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു, പക്ഷെ ഇവർക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താ പേര്? ഷബിന. മൊത്തം ഇവിടെ എത്ര പേരുണ്ട്? മൊത്തം 2, 4, 6, 8, 10, 13 ആൾക്കാർ. 13 ആൾക്കാരിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു 100 ആളെ പരിചയപ്പെട്ടു. അതിൽ ഏറ്റവും വ്യത്യസ്തമായ പേരാണ് ലാസകൻ. ലാസ്യത്തോടെ പെരുമാറുന്നവൻ ആരോ അവനാണ് ലാസകൻ. അതാണ് ഇദ്ദേഹം. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നാണ്. അപ്പൊ ചോദ്യമായിരുന്നു, അതായത് ഒരു പഴം, ആ പഴത്തിന്റെ പേരിന്റെ നടുവിൽ ഒരു അക്ഷരം ചേർത്താൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറും. അല്ലെങ്കിൽ ആ പഴത്തിന്റെ പേരിന്റെ മുകളിൽ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ തിരിക്കാൻ പറ്റുന്ന ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് ആ പഴം എന്നാണ് ചോദ്യം. മാമ്പഴം. മാമ്പഴം അല്ല. അപ്പുറം പറഞ്ഞോ? മാംഗോ. പറഞ്ഞോ? മാംഗോ. മാങ്ങയല്ല ഉദ്ദേശിച്ചത്. മാംഗോ. മാംഗോസ്റ്റിൻ. അതല്ല. അപ്പൊ എന്തായാലും ചേട്ടൻ ഇങ്ങോട്ടോ. ആര്? ആരാ ആദ്യം കണ്ടുപിടിച്ച ആളാരാ? ഇങ്ങോട്ടോ. എന്താ പേര്? എന്റെ പേര് സന്തോഷ്. വെറുതെ അല്ല, സന്തോഷമായിട്ടിരിക്കുമ്പോ പെട്ടെന്ന് ഉത്തരം കിട്ടുക. റിട്ടയർഡ് എംപ്ലോയി ആണ്. റിട്ടയർഡ് എംപ്ലോയി ആണ്. ഞാൻ പ്രൊവിഡന്റ് ഫണ്ടിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ട് റിട്ടയർ. അതൊന്നും പറയണ്ട. അത് ഞാൻ പറയില്ല. എന്റെ ജോലിയിൽ കാര്യം ഞാൻ പറയില്ല. അതായത് ചോദ്യമായിരുന്നു ഒരു പഴം, ആ പഴത്തിന്റെ പേരിന്റെ നടുവിൽ ഒരു അക്ഷരം ചേർത്താൽ അല്ലെങ്കിൽ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ തിരിക്കാൻ പറ്റുന്ന ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് പഴം എന്നാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ പഴമാണ്. അതായത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിവുള്ള, വളവിട്ട് കൊടുക്കാതെ തന്നെ മൃഷ്ടാനം വറുത്തിട്ടും പായസം വെച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ചക്ക. അല്ലേ? ചക്ക എന്ന പേരെഴുതുമ്പോൾ അതിന്റെ നടുവിൽ മുകളിൽ ഒരു കുത്തിട്ടാൽ ചർക്ക, ഇല്ലെങ്കിൽ ഇരുന്നുള്ള അക്ഷരം ചേർത്താൽ ചർക്ക. ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ തിരിക്കാൻ വേണ്ടി പറ്റിയ സാധനമാണ് ചർക്ക എന്ന് പറയുന്ന ഉപകരണം. അപ്പൊ ചേട്ടന്റെ പേര്? സന്തോഷ് കുമാറായിട്ടുള്ള സമ്മാനം കൊടുക്കുകയാണ്. അതിനു മുൻപ് സമ്മാനം കൊടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തുള്ള നമ്മുടെ ഗ്ലാസ് എടുക്കുന്ന ലാസകൻ, ശിവന്റെ ഡാൻസ്, ലാസ്യത്തോടെ നൃത്തം ചെയ്യുന്നവൻ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? കുറച്ചറിയാം, ഒരു വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സമ്മാനം കൊടുക്കുകയാണ്. ചക്കക്ക് മുകളിൽ ഒരു കുത്തട്ട ചർക്കയായി, ഇല്ലെങ്കിൽ 200 വർഷത്തെ ചർക്കയായി. ചർക്ക തിരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ തുണിയൊക്കെ, അതായത് നൂലൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വസ്തുവാണ്, ഉപകരണമാണ് ചർക്ക. അപ്പൊ നമ്മുടെ ഇവിടെ സമ്മാനം കൊടുക്കുന്ന നമ്മുടെ കണ്ണൂർ വിഷൻ ചാനൽ മാത്രമല്ല, വേറൊരു മേഡം ഇവിടെ ക്യാമറ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്യാമറ റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. എടുത്തോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഇമേജിൽ ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ ബിഗ് സെയിൽ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും വരിക. ചേട്ടതാ ഈ ഒരു സമ്മാനം. പിന്നെ വേറൊരു സമ്മാനം കൂടിയുണ്ട്, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പം
ലാസ്റ്റ് ഒന്ന് കാണിച്ച മുഖത്ത് എങ്ങനെയാ കാണിക്കുക? വർഷങ്ങൾക്ക് മുമ്പ് അതായത് നവരസങ്ങൾക്ക് പുറമെ ഞാൻ തന്നെ കണ്ടുപിടിച്ച 3 രസം വേറെയുണ്ട്. ഇയാളൊരു മാതിരി ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അപ്പൊ സന്തോഷം. ഓക്കെ, നമ്മുടെ ഫ്ലവേഴ്സ് കണ്ണൂർ ഫ്ലവേഴ്സ് കൂട്ടായ്മയാണ് നമ്മളെ പരിചയപ്പെട്ട് നമ്മൾ പങ്കെടുത്തപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അദ്ദേഹത്തെ പൂർണ്ണ ആരും പാട്ട് പാടുന്ന കൂടി കൂടുതൽ പാട്ട് പാടുന്നാരുള്ളത്? സന്തോഷം അല്ല, എനിക്കറിയാം, അതുകൊണ്ടാണ്. ഇതാ ക്യാമറ നോക്കിയിട്ട് പാടി. റെഡി, 1 2 3 സ്റ്റാർട്ട്. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളിൽ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുലഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ചെടികളുടെ ഇടയിലെ പൂമ്പാറ്റകളെ പോലെ നമുക്ക് ജീവിതത്തിൽ പാറിപ്പറന്ന് നടക്കാം സന്തോഷിച്ചുകൊണ്ട്. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകാൻ വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.